രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. പക്ഷേ രാഹുൽ പക്ഷത്തിന് സന്തോഷിക്കാനായില്ല. അദ്ദേഹത്തെ ആദ്യത്തെ കേസിന്റെ കാര്യത്തിലാണ് അറസ്റ്റ് വേണ്ടെന്ന് കോടതി പറഞ്ഞത്. അതും അടുത്ത 15-ാം തീയതി മുൻകൂർ ജാമ്യത്തിന്മേൽ അന്തിമ വാദം കേട്ട് വിധി പറയുന്നവരെ മാത്രം. എന്നാൽ പുറത്തിറങ്ങാതിരിക്കാൻ കഴിയാത്തത് രണ്ടാമതൊരു ഇരയുടെ കേസ് കൂടിയുണ്ട് രാഹുലിന്. ഇവിടെയാണ് രസം. ഇവിടെ കേസ് കൊടുത്തത് നമ്മുടെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അതും 12 കൊല്ലം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു പീഡന കേസ്. അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ഊളകളാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതോ അറിഞ്ഞു പണിത പാരയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തു വിചിത്രമല്ലേ! ഇവിടെ ഇര ഒരു മെയിലാണ്. ദിവ്യഗർഭം എന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഗബ്രിയേൽ മാലാഖ വന്നോ ഇല്ലയോ എന്നൊന്നും വ്യക്തമല്ല. എന്നിട്ടും നമ്മുടെ പാർട്ടി മുഖം രക്ഷിക്കാനാണത്രേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ആ ദിവ്യ ഇമെയിൽ പോലീസ് മേധാവിക്ക് കൈമാറിയത്. നമ്മുടെ പോലീസല്ലേ? 3 മാസം മുമ്പ് ഇതുപോലെ എയറിൽ നിന്ന് വന്ന ശബ്ദ സന്ദേശം കേട്ട് രാഹുലിനെതിരെ പുറപ്പാടുമായി വന്നെങ്കിലും ഇതുവരെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. അതിനിടയിലാണ് ഇരയെ കുത്തിപ്പുറത്തിച്ചടിച്ച് ഒരു പരാതിയുമായി എഴുന്നള്ളിച്ചത്. അതിന് ശക്തി കൂട്ടാനാവണം പാർട്ടി തന്നെ ഒരു ഇമെയിലുമായി പോലീസിനെ സമീപിച്ചത്. രാഹുലിനെ തൂക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പടയുണ്ട്. രാഹുലിന് മാത്രമല്ല, പുതു നേതാക്കന്മാർക്കും. കാത്തിരിക്കാം ആരെയെല്ലാം തട്ടുമെന്നറിയാൻ.